ഞാൻ ഓർക്കുന്നത് 2011 കേരളത്തിലും ബംഗാളിലും തെരഞ്ഞെടുപ്പ് നടക്കും. കേരളത്തിൽ അന്ന് മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ നയിക്കുന്ന തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ 4 സീറ്റിന്റെ വ്യത്യാസം, 2 സീറ്റ് അപ്പുറത്തും ഇപ്പുറത്തും മാറിയതിന്റെ വ്യത്യാസത്തിൽ ഉമ്മൻചാണ്ടി കേരളത്തിൽ മുഖ്യമന്ത്രിയാവും. അപ്പോഴും CPM വളരെ ശക്തമായി പിടിച്ചു നിൽക്കുന്നു. ഇതേസമയം ബംഗാളിൽ വലിയ തകർച്ചയാണ് പാർട്ടിക്ക് നേരിട്ടത്. ഇതുമായി ബന്ധപ്പെട്ട് അന്ന് ബംഗാളിലെ എൻ്റെ ഒരു പഴയ സഖാവ് പത്രപ്രവർത്തകൻ, ഇപ്പൊ അദ്ദേഹം വലിയ പത്രത്തിന്റെ പ്രവർത്തകനാണ്, ലേഖനാണ്, റിപ്പോർട്ടറാണ്, എഡിറ്ററൊക്കെയാണ്. അദ്ദേഹത്തിനെ ഞാൻ വിളിച്ചു. കോമ്രേഡ്, എന്താണ് അവിടെ സംഭവിച്ചത് ബംഗാളിൽ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒറ്റ വാചകത്തിൽ മറുപടി പറഞ്ഞത്, ഞങ്ങൾക്ക് ഇവിടെ ഒരു VS ഇല്ലായിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ബംഗാളിൽ പാർട്ടി ഭരണം തീർത്തും ജനവിരുദ്ധമായി മാറിയപ്പോൾ ഇവിടെ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി എന്ന നിലയിലും അദ്ദേഹത്തിന്റെ ഒരു പാർട്ടി നേതാവ് എന്ന നിലയിലും ഇടതുപക്ഷ അജണ്ടകളിലേക്ക്, ജനപക്ഷ അജണ്ടകളിലേക്ക് പാർട്ടിയെ ഉറപ്പിച്ചു നിർത്തിയ ആളായിരുന്നു. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരു കറക്റ്റീവ് ഫോഴ്സ് ആയിരുന്നു. പാർട്ടി വലത്തോട്ട് പോകുമ്പോൾ അതിനെ പിടിച്ചു നിർത്തി, ഇല്ല ഞങ്ങൾ ജനപക്ഷത്താണ്, ഇടതുപക്ഷത്താണ് എന്ന് അതിന്റെ അജണ്ടകൾ പുതുക്കി പുതുക്കി നിശ്ചയിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ആളാണ് VS. അതുകൊണ്ട് തന്നെ VS മുഖ്യമന്ത്രിയായപ്പോഴും പ്രതിപക്ഷ നേതാവായപ്പോഴും പാർട്ടി സംഘടനയുമായി പലപ്പോഴും സംഘർഷം ഉണ്ടായിട്ടുണ്ട് എന്നതൊരു ചെറിയ കാര്യമല്ല. അത് നയപരമായ സംഘർഷമാണ്. അതിനെ സംഘടനാ പ്രശ്നമാക്കി മാറ്റി കൊണ്ടുവരാനൊക്കെ ശ്രമിച്ചിരുന്നു. പക്ഷെ അത് സംഘടനാ പ്രശ്നമായിരുന്നില്ല, അത് നയപ്രശ്നമായിരുന്നു എന്ന് നമ്മൾ കണ്ടത് 2016 തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ VSന്റെ പടം വെച്ചാണ് കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും ആളുകൾ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അങ്ങനെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവും. അതിനുശേഷം VS ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, മുഖ്യധാരയിൽ നിന്ന് വിട്ടുപോകുന്നു. ആ ഘട്ടത്തിൽ തീർത്തും വലത്തേക്ക് കേരളത്തിന്റെ രാഷ്ട്രീയത്തെ ഇടതുപക്ഷം കൊണ്ടുപോയി എന്നത് ഒരു സത്യമാണ്. അതുകൊണ്ട് തന്നെ VS ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ, VS മുന്നോട്ട് വെച്ച രാഷ്ട്രീയം അവർക്ക് മറക്കേണ്ടി വരും, മറക്കുക തന്നെയാണ് ചെയ്തത്. ആ മറവിയാണ് യഥാർത്ഥത്തിൽ 2026 എത്തുമ്പോഴേക്കും പാർട്ടിയുടെ സമ്പൂർണമായ വലതുപക്ഷവൽക്കരണത്തിലേക്കും പതനത്തിലേക്കും നയിച്ചത്. അത് പടിപടിയായി ഉണ്ടായ ഒരു കാര്യമാണ്. ഓരോ ഘട്ടത്തിലും VS വേണ്ട, VS ഇല്ലാതാവുക, VSന്റെ മരണവുമായി ബന്ധപ്പെട്ടുണ്ടായ ചടങ്ങുകൾ, മരണാനന്തര ചടങ്ങുകൾ ഒക്കെ അതിലൊക്കെ നമ്മൾ പറഞ്ഞതാണ്. VS എന്ന വാക്ക് ഇവർക്ക് ഒരു അലങ്കാരം മാത്രമായി വെക്കുകയും അതിന്റെ രാഷ്ട്രീയം എടുത്തു കളയുകയും ചെയ്യും. ഇപ്പോ മോഡി സർക്കാർ ഗാന്ധിയെ കാണുന്നത് പോലെയാണ്. മോഡി സർക്കാർ ഗാന്ധിയുടെ കണ്ണട വയ്ക്കും, പക്ഷെ ഗാന്ധിയുടെ കാഴ്ച ഉണ്ടാവില്ല. ഗാന്ധിക്കെതിരായി മുഴുവൻ നയങ്ങളും എടുക്കും, പക്ഷെ ഗാന്ധിയുടെ കണ്ണട മാത്രം വയ്ക്കും, വടിവെക്കും, ഇങ്ങനെയൊക്കെയാണ്. അതുപോലെ തന്നെ VSനെ ഒരു വിഗ്രഹം മാത്രമാക്കി വെക്കുകയും VS മുന്നോട്ട് വെച്ച രാഷ്ട്രീയം മറച്ചു പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് പൂർണ്ണമായി സംഭവിച്ചതെന്ന് നമുക്കും അറിയില്ല. താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ദേശാഭിമാനിയുടെ വാരാന്ത്യ പതിപ്പ് എല്ലാ ഞായറാഴ്ചയും വാരാന്ത്യ പതിപ്പ് ഇറക്കും. ഇത്തവണയും ആ വാരാന്ത്യ പതിപ്പ് ഇറക്കാൻ അവരടിച്ചിട്ടുണ്ടാവും, അടിക്കാതിരിക്കില്ലല്ലോ. ദേശാഭിമാനി അടിച്ചു, പക്ഷെ പുറത്തിറക്കിയില്ല. എനിക്ക് പുറത്തുനിന്ന് കിട്ടുന്ന ഒരു വിവരം എന്താന്ന് വെച്ചാൽ അതിൽ കള്ളൻ വിജയൻ എന്തോ ഒരു കഥയോ എന്തോ ഒരു തലക്കെട്ടുള്ള എന്തോ ഉണ്ടായിരുന്നു എന്നും അത് വലിയ തോതിൽ വിമർശിക്കപ്പെടും എന്നതുകൊണ്ടും, കള്ളൻ വിജയൻ എന്ന് പറഞ്ഞ കേരളത്തിൽ ഒരാൾക്കല്ലല്ലോ പേരില്ലേ, ഇഷ്ടംപോലെ ആളുകൾക്ക് വിജയൻ എന്ന് പേരില്ലേ. ഇപ്പൊ നമ്മുടെ ADGP വിജയനാണ്, മുഖ്യമന്ത്രി വിജയൻ പോയപ്പോ ADGP ഒരു വിജയനായി. അതുകൊണ്ട് വിജയൻ എന്നുള്ള പേര് അങ്ങനെയാണോ നമ്മൾ രാഷ്ട്രീയത്തെ കാണുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു എന്നാണ് ഒരു വാർത്ത വരുന്നത്. ഇത് സ്ഥിരീകരിക്കാത്ത വാർത്തയാണ്. ഇനി അതല്ല, VSനെ പറ്റി ആരെങ്കിലും എഴുതിയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ, അതൊരു പക്ഷേ പാർട്ടിയുടെ ഈ തിരുത്തൽ നടക്കുമെന്നൊക്കെ പറയുന്ന ഒരു കാലമുണ്ടല്ലോ. ആ കാലത്ത് ആരെങ്കിലും VSനെ ഓർമ്മിപ്പിച്ചുവോ, നിങ്ങൾക്ക് തിരുത്തേണ്ട അജണ്ടകൾ എവിടെയാണ് എന്ന് സഖാവ് VS മുമ്പേ പറഞ്ഞിട്ടുണ്ട് എന്ന് ആരെങ്കിലും ഓർമ്മിപ്പിച്ച ലേഖനമുണ്ടോ? എനിക്കതും അറിയില്ല. അങ്ങനെ ഒരു ലേഖനമുണ്ടെങ്കിൽ അത് വല്ലാത്ത പ്രശ്നമാണ്. കാരണം ഒരു തെറ്റും പിണറായി വിജയനും ഗോവിന്ദനും പാർട്ടിക്കും പറ്റിയിട്ടില്ല എന്നാണല്ലോ ഇപ്പോഴും പറയുന്നത്. ജനങ്ങൾക്ക് എന്തോ തെറ്റുപറ്റി, ചെറിയ താഴെയുള്ള അണികൾക്ക്, ലോക്കൽ കമ്മിറ്റിക്കോ ബ്രാഞ്ച് കമ്മിറ്റിക്കോ എന്തോ ഒരു തെറ്റുപറ്റി എന്നല്ലാതെ പിണറായി വിജയനോ MV ഗോവിന്ദനോ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിനോ എന്തെങ്കിലും തെറ്റുപറ്റിയതായിട്ട് ഇപ്പോഴും ഇല്ല. അപ്പൊ അങ്ങനെ VSനെ ഓർത്താൽ തെറ്റെവിടെയാണെന്ന് പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ VSനെ ഓർക്കുന്നത് വല്ലാണ്ട് ഓർത്തുപോയാൽ നമുക്ക് ആ ഓർമ്മ അത്ര സുഖകരമായിരിക്കില്ല. ഞാൻ അങ്ങനെ ആരെങ്കിലും ഓർമ്മക്കുറിപ്പ് എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അതും ആവാം. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ
പലരും പറഞ്ഞ ഒരു കാര്യം, VS ആണ് ഈ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെയും LDFനെയും തോൽപ്പിച്ചത് എന്നാണ്. അദ്ദേഹം മരിച്ചിട്ട് വർഷങ്ങളായി. എന്തുകൊണ്ടാണ് അദ്ദേഹം തോൽപ്പിച്ചത്? തോൽപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൃത്യമായും VSന്റെ ഓർമ്മകളുള്ള ആളുകൾ ഇത്തവണ LDFനും CPMനും വോട്ട് ചെയ്തില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, പയ്യന്നൂരായാലും തളിപ്പറമ്പായാലും നീലേശ്വരത്തായാലും ഒക്കെ, നീലേശ്വരം എന്ന് പറഞ്ഞ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ അടക്കം, അല്ലെങ്കിൽ ആലപ്പുഴയിലോ അമ്പലപ്പുഴയിലോ കായംകുളത്തോ കുട്ടനാട്ടിലോ ഒക്കെ VSനെ ഓർക്കുന്നവർ CPMന് വോട്ട് ചെയ്തില്ല. അതാണ് പ്രശ്നം. VSന്റെ അജണ്ടയായിരുന്നു ശരി, VS ആയിരുന്നു ശരി, VS എന്ന് പറയുന്ന പോലെ ശരി എന്ന് പറയുന്ന ആളുകൾ വോട്ട് ചെയ്തില്ല എന്നത് വളരെ വ്യക്തമാണ്. അതിനിപ്പോ വേറെ കഥയും പുരാണമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയാണ്. പിന്നെ ഒരു പ്രശ്നമുള്ളത്, ദേശാഭിമാനിയുടെ ഇപ്പോഴത്തെ റെസിഡന്റ് എഡിറ്റർ എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് താത്വികജ്ഞാനിയായ M സ്വരാജാണ്. അദ്ദേഹം ഇപ്പൊ തന്നെ ദേശാഭിമാനി കഴിഞ്ഞ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് 2 വാർത്തകൾ ദേശാഭിമാനി വാർത്ത കൊടുത്ത് ശരിയായില്ല എന്ന് പറഞ്ഞവരുണ്ട്. അത് ദേശാഭിമാനി എക്കണോമിക് ടൈംസിൽ നിന്ന് എടുത്തു കൊടുത്തു, അല്ലെങ്കിൽ വേറെ പത്രത്തിൽ നിന്ന് എടുത്തു കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കാൻ നോക്കുന്നുണ്ട്. എങ്കിൽ പോലും അതിലൊക്കെ തന്നെ ഈ പറഞ്ഞതുപോലെ എക്കണോമിക് ടൈംസ് LDFന്റെ ഗുണമൊന്നും പറഞ്ഞില്ല. അതായത് വിഴിഞ്ഞത്ത് നിക്ഷേപം വരുന്നു എന്ന് പറഞ്ഞു. അത് LDFന്റെ ഗുണമാണെന്ന് എഴുതിയത്, LDFന്റെ നേട്ടമാണ് എന്ന് എഴുതിയത് ആരാണ്? അത് എഴുതിയത് ദേശാഭിമാനി തന്നെയാണ്, അല്ലാണ്ട് എക്കണോമിക് ടൈംസ് ഇത് പറഞ്ഞിട്ടില്ല. അപ്പൊ LDFന്റെ നേട്ടമായി അതിനെ കാണുന്നു ഇപ്പോഴും. അവിടെയാണ് പ്രശ്നം. വിഴിഞ്ഞത്ത് MSC കമ്പനി ഷെയർ എടുക്കുന്നത് LDFന്റെ നേട്ടമായി കാണുന്ന ഒരു രാഷ്ട്രീയം ദേശാഭിമാനി കൈകാര്യം ചെയ്യുന്നു. തീർച്ചയായും അത് വളരെ അപകടം പിടിച്ച ഒരു രാഷ്ട്രീയമാണ്. ഈ കൺഫ്യൂഷൻ യഥാർത്ഥത്തിൽ ദേശാഭിമാനിയുടെ കൺഫ്യൂഷൻ അല്ല, പാർട്ടിയുടെ കൺഫ്യൂഷനാണ്. കൺഫ്യൂഷനല്ല, പാർട്ടിയുടെ നയവ്യതിയാനം സംബന്ധിച്ചുണ്ടായ ആന്തരിക സംഘർഷമാണ്. അതുകൊണ്ട് ഇത് VSന്റെ വിഷയമോ അല്ലെങ്കിൽ വിഴിഞ്ഞത്തിന്റെ വിഷയമോ ആയിട്ടല്ല ഞാൻ കാണുന്നത്. ദേശാഭിമാനി പാർട്ടി ഏത് ലൈനിൽ മുമ്പോട്ട് പോകണം എന്ന ചിന്ത വളരെ കൃത്യമായും ഇവിടെ വരുന്നുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം കാണുകയാണ് പാർട്ടി യഥാർത്ഥത്തിൽ തിരുത്ത് എന്ന് പറയുന്നത്. അത് തിരുത്തുമോ? ഇങ്ങനെയല്ല ഇതിനെ കാണേണ്ടത്. ഇപ്പൊ വിഴിഞ്ഞത്തിലോ MSCയോ അല്ലെങ്കിൽ വേറെ ഏത് വിഷയത്തിലായാലും BM ശ്രീയിലോ കാണേണ്ടത് എന്ന് ഇപ്പൊ BM ശ്രീ വളരെ നല്ലതാണെന്ന് ദേശാഭിമാനി എഴുതിയിട്ടുണ്ട്. P ശിവൻകുട്ടിയുടെ ലേഖനം ഉണ്ടായിട്ടുണ്ട് ദേശാഭിമാനിയിൽ BM ശ്രീയുടെ മഹത്വവൽക്കരിച്ചുകൊണ്ട്. അപ്പൊ ഇതൊക്കെ ദേശാഭിമാനിക്ക് എങ്ങനെ എഴുതാൻ പറ്റണേ? ഇത് എഴുതാൻ പറ്റുന്നത് അവരുടെ രാഷ്ട്രീയമില്ലാതായതുകൊണ്ടാണ്, അവരുടെ ഉള്ളിൽ വലതുപക്ഷ രാഷ്ട്രീയമുള്ളത് കൊണ്ടാണ്. അത് ദേശാഭിമാനിയുടെ മാത്രം പ്രശ്നമല്ല, പാർട്ടിയുടെ പ്രശ്നമാണ്. തിരുത്തേണ്ടത് പിണറായി വിജയൻ പോണോ, MV ഗോവിന്ദ മാഷ് പോണോ എന്നുള്ളതല്ല, പാർട്ടിയുടെ ഈ പോളിസി തിരുത്തണമെന്നാണ്. അത് തിരുത്തണമെന്ന് ഇപ്പോഴും മരണാനന്തരവും കേരളത്തിലെ ജനങ്ങളോട്, പ്രത്യേകിച്ചും ഇടതുപക്ഷ രാഷ്ട്രീയത്തിലുള്ളവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മരണമടഞ്ഞ VS. ആ VSനെ ഓർക്കുക എന്നത് പാർട്ടിക്ക് സാധ്യമല്ലാത്ത കാര്യമാണ്. അതുകൊണ്ടായിരിക്കണം ദേശാഭിമാനി ഇങ്ങനെ ഒരു വരാന്തി റദ്ദാക്കിയത്.